ഫുഡ് പ്രൊഡക്ട്സ്, കേരളത്തിന്റെ സ്വന്തം സ്വാദ്. ബസ് ഡ്രൈവറാണോ, ഓട്ടോ ഡ്രൈവറാണോ, ടാക്സി ഡ്രൈവറാണോ, അതോ ലോറി ഡ്രൈവറാണോ? ഒരു ബസ് ഡ്രൈവറാണ്. കാരണം ഇത് കണ്ടപ്പോ ഏകദേശം ഒരു തീരുമാനമായി. കുറച്ച് ലൂസായി പോയല്ലേ? ലൂസായി പോയി. നമുക്ക് ഇത്തിരി ഷേപ്പ് ചെയ്ത് തയ്ക്കായിരുന്നു, നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട്. ചേച്ചി എന്താ പറയാ, ആരാണ് ടീമിന്റെ പിറകില് വർക്ക് ചെയ്തിരിക്കുന്നത്? നിതീഷ് എന്ന് പറഞ്ഞൊരാളാണ്. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഓക്കെ, താങ്ക് യു. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാൻ സുരേഷ് കുമാർ. ഉത്രം നക്ഷത്രം, 24 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾക്ക് മുമ്പ് മൈ നമ്പർ 984666272227. പ്രധാന വാർത്തകൾ. 11 kV ലൈനിൽ ഊഞ്ഞാലാടി കളിക്കുകയും ട്രാൻസ്ഫോമറിൽ നാക്കുകൊണ്ട് നക്കി പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത പ്ലാവോഡ് അഭിലാഷ് ഇന്നലെ ടോർച്ചിൽ നിന്ന് ബാറ്ററി മാറ്റവേ വെന്തുമരിച്ചു. ചാലിയാർ പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. മുൻ മന്ത്രിയുടെ ചിതാഭസ്മം അതിൽ ഒഴുക്കിയതാണ് മരണകാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീണ്ടും തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ വീണ്ടും ഒരു കുട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. കൃഷ്ണൻകുട്ടി എന്ന 58 വയസ്സുകാരനാണ് ഇതിൽ ഉപേക്ഷിക്കപ്പെട്ടത്. കേരളത്തിന് ചരിത്ര നേട്ടം. 60 വയസ്സുള്ള യുവതിയെ 2 വയസ്സുകാരൻ പീഡിപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള ഓണക്കാലം പീഡനകാലമാകുമെന്ന് കേരള മന്ത്രിസഭ അറിയിച്ചിരിക്കുന്നു. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പൂ. താഴെ മുരുകൻകാട്ടയുടെ കവിതയെ കൊണ്ടുവച്ചിങ്ങനെ കൊണ്ടുവച്ച സ്ഥലമില്ല. വീണ്ടും തിരിച്ചു വരാം. വയനാട് ചുരമിറങ്ങിയ KSRTC ബസ് മറിഞ്ഞ് 65 പേർ മരിച്ചിരിക്കുന്നു. ബസ് ഓടിച്ചിരുന്ന വനിതാ ഡ്രൈവർ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ സുലോചന ഇപ്പൊ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സുലോചന, സ്റ്റുഡിയോയിലേക്ക് വരൂ, വന്ന് സംസാരിക്കൂ പ്ലീസ്. വന്ന് ഇതിലോട്ടിരിക്കും, തട്ടിമറിച്ചിടില്ലേ, ഒന്നും ഇവിടെ പൈസ കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമസ്കാരം സുലോചന. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇതിന് സത്യത്തിൽ സുലോചന എന്താണ് സംഭവിച്ചത്? അതെ, നമുക്ക് തിരിച്ചു വരാം. ഏകദേശം 65ഓളം മരണത്തിനാണ് ഈ സുലോചന ഇടയായത്, സാക്ഷിയായത്. 65 പേർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് സുലോചന ഓടിച്ചിരുന്നത്. വിശദാംശങ്ങൾ ചോദിക്കാം. സുലോചന, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? 65 പേര്. നമുക്ക് തിരിച്ചു വരാം. കേരളം നടുങ്ങിയിരിക്കുന്നു. ആ നടുക്കത്തിൽ ചിലിയിൽ ഭൂകമ്പമുണ്ടായി. മലയാള സിനിമ പ്രതിസന്ധിയിലെത്തി. തിരിച്ചു വരാം. എന്താണ് സുലോചന ഇതിന്റെ സത്യാവസ്ഥ? 65 പേര്. തിരിച്ചു വരാം. കേരളത്തിലെ മന്ത്രിസഭ നടുങ്ങിയിരിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് സുലോചനയ്ക്ക് മാത്രമാണ്. സുലോചന, എന്താണ് എന്താണ് എന്താണ്? നമുക്ക് തിരിച്ചു വരാം. കേരളത്തിന്റെ ഈ അവസ്ഥ എന്തിനാണ് കാരണമെന്ന് സുരേഷ് കുമാർ ചോദിക്കുകയാണ്. എന്താണ് സത്യത്തിൽ പറയാനുള്ളത്? നമുക്ക് തിരിച്ചു വരാം സുലോചന. ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ വാക്കില്ല. 1,228 വാക്കിൽ തികയാതെ പറയൂ. എടാ, നീ കുറെ നേരമല്ലേ തിരിച്ചു വരാന്ന് പറഞ്ഞേ. എന്നോട് എന്തെങ്കിലും പറയാൻ കൂടെയിരുന്നോ? അല്ല ചേച്ചി, ഞാൻ പറയുന്നത് നീ കൊറേ നേരമായി തിരിച്ചു വരാന്ന് പറയുന്നേ. ഒന്നല്ലേ നീ വരാ, അല്ലെ ഞാൻ പറ. ചേച്ചി സ്റ്റുഡിയോ എന്തൊരു പെണ്ണുള്ളത് എന്നോടാ ചോദിക്കടാ. സുലോചന ചേച്ചി അടങ്ങും. സുലോചന ചേച്ചി, എന്താണ് ഇതിന്റെ സംഭവം? ഞാൻ ചുരം ഇറങ്ങി ഇങ്ങനെ വരുമായിരുന്നു. വയനാട് ചുരം ഇറങ്ങി വരികയായിരുന്നു. 65 പേരും അടുത്ത നിമിഷം ഇല്ല എന്നറിഞ്ഞപ്പോ എനിക്ക് രോമാഞ്ചം വരുന്നു. മോനെ, നമ്മൾ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുമ്പോ നീ പെട്ടെന്ന് അങ്ങോട്ട് ആത്തക്കായി ചത്തുപോന്ന്. അപ്പോഴത്തെ അവസ്ഥ എന്ത് നീ ആലോചിച്ച് നോക്ക്. ഉദാഹരണം നമുക്ക് തിരിച്ചു വരാം സുലോചന. ഇതിനെ തുടർന്ന് ഒരു വാർത്ത വന്നു, സുലോചനയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന് കാരണം? ആര് പറഞ്ഞേ ലൈസൻസ് ഇല്ലെന്നോ? ഞങ്ങളുടെ സ്ത്രീകൾക്ക് സംവരണം ഉണ്ട്, ലൈസൻസിനുണ്ട് സംവരണം. അപ്പൊ എങ്ങനെയാണ് ഇത് ലൈസൻസ് കിട്ടിയത്? ആണുങ്ങള് 8 എടുക്കുമ്പോ ഞങ്ങള് പകുതി 4 എടുക്കണ്ടു. അയ്യോ, അത് ഇഷ്ടപ്പെട്ടു. അത് ബസിന്റെ ലൈസൻസ് എങ്ങനെയാണ്? ബസ്സിന് 8 എടുക്കുമ്പോ ഞാനൊരു എടുത്ത് നമുക്ക് സുലോചന, എനിക്ക് ലൈസൻസ് ഇല്ലാന്ന് ആരാ പറഞ്ഞ? ഇത് പറഞ്ഞവർക്ക് നാക്ക് പുഴുത്തു പോട്ടെ. വീണ്ടും തിരിച്ചു വരാം. നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് ഈ കുഴപ്പം? ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ അപകടം ആദ്യമായിട്ടാണോ ഇതുണ്ടായത്? അല്ലല്ല, ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് തിമിരാണെന്ന്. തിമിരത്തിന് 2 കണ്ണടയും തന്നു. അന്നത്തെ ദിവസം ഞാൻ കണ്ണട ഇട്ടിട്ടില്ലായിരുന്നു. ബസ് ഓടിച്ചൊരു കണ്ണട വെച്ചില്ലേ? ഇല്ല. അപ്പൊ എതിരെ വരുന്ന ബസ്സുകളൊക്കെ എങ്ങനെ കാണാൻ വരുന്നു? എന്നെ എല്ലാവർക്കും അറിയാലോ. ബസ് അങ്ങോട്ട് പോയിക്കോളൂ. അപ്പൊ ഈ കണ്ണിന് മാത്രമേ കുഴപ്പമുള്ളൂ? അല്ല, ചെറിയ വേറൊരു പ്രശ്നം കൂടി. എന്താണ്? ഈ ബ്രേക്കും
ക്ലച്ചും ആക്സിലേറ്ററും ഏതാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ എങ്ങനെയല്ല ഇതൊക്കെ കിട്ടി? നിങ്ങൾ തെരഞ്ഞെടുത്ത് എങ്ങനെ ഡ്രൈവറായിട്ട്? പിന്നെ വേറെടുപ്പം ഭയങ്കര ഒരു പ്രശ്നം, കൈക്കൊരു കൊളുത്ത്. കൈക്ക് കൊളുത്തോ? കൈക്ക് കൊളുത്ത്. അല്ല എന്താ ഈ കൊളുത്ത് വരാനുള്ള കാരണം? അല്ല മോനെ, ഇത് വെപ്പ് വയ്യല്ലേ, ഞാൻ എത്ര അഴിച്ചിട്ടാ വീടുക. മൊത്തത്തിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ്? അത്രേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള കാരണം എന്താണ്? കാരണം സംഭരണല്ലേ, വനിതാ സംഭരണം. സംഭരണം വീണ്ടും തിരിച്ചു വരാം. സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഒരു ഉത്തരവാദി. നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. സത്യാവസ്ഥ എന്താണ് പറയൂ. ഞാൻ ഉത്തരവാദി? നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. 65 പേർ എന്തർത്ഥത്തിലാ ഞാൻ ഉത്തരവാദി എന്ന് പറഞ്ഞത്? പക്ഷേ ഈ 65 പേർ മരിച്ച് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. ഇത് എങ്ങനെയാണ്? സത്യാവസ്ഥ എന്തിനാണ്? വയനാട് ചുരം ഇറങ്ങി വരുന്ന സമയത്ത് ചുരം ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് ഇറങ്ങണമെന്ന് തോന്നി. ഞാൻ വലത്തെ സൈഡിൽ നോക്കി വണ്ടി അവിടെ നിർത്തി. അപ്പല്ലേ ഒരു ലേറ്റസ്റ്റ് മാലയും വളയും വിൽക്കുന്ന ഒരു കട കണ്ടു. ഞാനൊരു പെണ്ണല്ലേ മോനെ, എനിക്ക് വലിയ വിചാരവും ഒക്കെ കണക്ക് അമ്മ പങ്ങന്മാരില്ലേ. ഞാൻ അത്രയും ചെയ്തിട്ട് ഞാൻ ബസ് അങ്ങോട്ട് ചാടി ഇറങ്ങി വണ്ടി ഉരുണ്ടങ്ങോട്ട് പോയി. 65 പേരും ചത്തുപോയി എന്നാ തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ വണ്ടിയിൽ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ ഉത്തരവാദിത്തം ഏറ്റെടുക്ക? വീണ്ടും തിരിച്ച് സുലോചന, നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങൾക്കെതിരെയാണ് കോടതി കേസെടുക്കേണ്ടത്. അതെങ്ങനെയാ? ഞാൻ ബസ്സിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? 65 പേർ മരിച്ചു, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. നിങ്ങൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഞാൻ ബസ്സിൽ ഉണ്ടായിട്ടില്ല, ആ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാം. പിന്നെ ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കണം? ആരെനിക്ക് കേസെടുക്കണമെന്നോ? ആ വളയും മാലയും വിൽക്കുന്ന കച്ചവടക്കാരനോട് പോയിട്ട് പറ, ഓന്റെ പേരിൽ കേസെടുക്ക്. ടിവിയില് സ്റ്റാർട്ടിങ്ങിൽ ന്യൂസ് വായിക്കുമ്പോ കിട്ടിയ ആ ഒരു എഫക്റ്റ് ആഫ്റ്റർ യുവർ എൻട്രി വളരെ കുറഞ്ഞു പോയി. ഡ്രൈവിംഗ് പോലും ശരിക്കും അറിയാത്ത ഒരാളിന്റെ ഒരു രൂപവും ഭാവവും ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ തരം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് വളരെ നന്നായിരുന്നു. ഒബ്സർവേഷൻ എത്രത്തോളം നല്ലതാണ്. ഇത് കാരണം നമുക്കിത് ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള അറിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. നെല്ലറ ഫുഡ് പ്രൊഡക്ട്സ്, കേരളത്തിന്റെ സ്വന്തം സ്വാദ്.